ആശംസ അർജുന്റെ വീട്ടിൽ നിന്നാണ്. നമുക്കറിയാം ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആ കുടുംബത്തെ പോലെ തന്നെ നമ്മളെല്ലാവരും തന്നെയും. ഇപ്പോൾ സൈന്യം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ മുന്നിലേക്ക് വെച്ച കാര്യം അവരിലേക്ക് എത്തുന്നത്, ആ പ്രതീക്ഷ ഇപ്പോൾ വീണ്ടും ഉയരുകയാണ് എന്നുള്ളതാണ്. ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ ആശംസന് ലഭിക്കുന്നുണ്ട്? വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ രാവിലെ എന്താണ് ആശംസനോട് പറയുന്നത്? പൂജ, അങ്കോലയിൽ അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിന് സൈന്യം എത്തുന്നു എന്ന് ആദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ആൽക്കമിസ്റ്റിലെ പൗലോ കൊയ്ലോയുടെ വാക്കുകളാണ്. അതായത് ഒരു കാര്യം സാധ്യമാക്കണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് നിങ്ങളോടൊപ്പം പ്രപഞ്ചം തന്നെ കൂട്ടുനിൽക്കും എന്ന വാക്കുകളാണ്. അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ അർജുൻ്റെ തിരച്ചിലിന് വേണ്ടിയിട്ട് സൈന്യം എത്തണം എന്നായിരുന്നു അർജുൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. അതിനുവേണ്ടി അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊക്കെ കത്തയക്കുകയൊക്കെ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അതിലൊരു നടപടിയും ആ സമയത്തുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത് പൂർണ്ണമായിട്ടും കർണാടക സർക്കാരിൻ്റെ അധീനതയിൽ വരുന്ന, അവരുടെ പരിധിയിൽ വരുന്ന കാര്യമാണ്. കാരണം നിലവിൽ തിരിച്ചു നടത്തുന്നത് അവരുടെ ദുരന്ത നിവാരണ സേനയും അതുപോലെ തന്നെ കർണാടക പോലീസും കർണാടക ഫയർഫോഴ്സും ചേർന്നാണ്. ഇവരുടെ പരാജയം കൂടി കാണിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഇവർ കേന്ദ്രത്തിൻ്റെ സഹായം, അതായത് ഇന്ത്യൻ ആർമിയെ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് സഹായത്തിന് വിളിക്കുന്നത് അവരുടെ പരാജയം കാട്ടുന്ന ഒരു വിഷയമായിരിക്കും. അതുകൊണ്ട് അവർ ഇന്ത്യൻ ആർമിയെ ഈ സഹായത്തിന് വേണ്ടിയിട്ട് വിളിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യം കരുതിയതും. പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ആ വാർത്ത വന്നു, ഇന്ത്യൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിന് വരുന്നു. ഇതാവശ്യപ്പെട്ട് ഇന്നലെ അർജുൻ്റെ കുടുംബം ഇന്നലെ വൈകിട്ടോടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർക്ക് ഇപ്പോഴുള്ള രക്ഷാദൗത്യത്തിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസവുമില്ല. അവർക്ക് സൈന്യം തന്നെ വരണം. സൈന്യം നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു, രക്ഷാദൗത്യം 2 ദിവസം വൈകിയതിനെതിരെ അവർ നേരത്തെ ആരോപണങ്ങളും പരാതികളും ഒക്കെ നേരത്തെ ബന്ധപ്പെട്ട അധികാരികൾക്ക് നേരത്തെ കൈമാറിയിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന വിഷയം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാചകം ഒന്ന് മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അർജുന് വേണ്ടിയുള്ള അവർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അർജുൻ്റെ കുടുംബമുള്ളത്. ആ പ്രതീക്ഷ കാക്കുന്ന രീതിയിൽ ഒരു ശുഭവാർത്ത അങ്കോലയിൽ നിന്ന് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പൂജ, തീർച്ചയായിട്ടും ആശംസാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആ കുടുംബം അത്രത്തോളം വലിയ പ്രതീക്ഷയിലാണ്. കാരണം അവർ ആവശ്യപ്പെട്ട കാര്യമാണ് രക്ഷാദൗത്യത്തിന് സൈന്യം എത്തണം എന്നുള്ളത്. അങ്ങനെ ആ സൈന്യം എത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബം മുന്നിലേക്ക് വെച്ച ഒരു ആവശ്യം, അത് മുന്നിലേക്ക് എത്തിയതിൻ്റെ, അത് യാഥാർത്ഥ്യമായതിൻ്റെ വലിയൊരു പ്രതീക്ഷ ആ കുടുംബത്തിന് ആകെയുണ്ട്. അവിടെയുള്ള നാട്ടുകാർക്കുണ്ട്, അർജുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കുണ്ട് എന്നുള്ളതാണ്. ആ ശുഭവാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ്. അങ്കോലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പ്രവർത്തനങ്ങൾ മുന്നിലേക്ക് പോകുന്നുണ്ട്. ഇനി ഈ സൈന്യം എത്തുക എന്നുള്ളൊരു നടപടി അവിടെയുണ്ട്. സൈന്യം എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതുമായി ബന്ധപ്പെട്ടൊരു പ്ലാൻ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്, സൈന്യം എപ്പോഴും കൂടി എത്തും എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഇനി ലഭിക്കേണ്ടതായിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്.